അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കിങ്ങും തേങ്ങ വാങ്ങിയൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ യാദൃശികമായിട്ട് ഹോങ്കോങ്ങിലൊരു ഗ്രാമത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം കിട്ടി. അപ്പോൾ ഹോങ്കോങ്ങിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രാമം നമ്മൾ പോയിട്ടില്ല, കറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അതന്നെ ഇന്നത്തെ പരിപാടി. ഈ ഫ്രണ്ടിൽ നടന്നു പോകണം ദിവൻ, ഈ വെള്ള ഷർട്ടിട്ട് പോകണില്ലേ, ഈ ഗഡി താമസിക്കുന്ന സ്ഥലമാട്ടത്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഗ്രാമം. ഓക്കെ, കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ നാടിനോട് എന്താ പറയുക, ചെറിയ ചെറിയ സാദൃശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ അത് നമ്മൾ മുതലാക്കണ്ടേ. അപ്പം ഈ ഗ്രാമമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ, വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല. എന്ത് പറ്റി, നാവൊക്കെ കുഴയുണ്ടല്ലോ ദൈവമേ. പിന്നെ ഈ വീഡിയോയിൽ വലിയ ഡയലോഗ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ ഗ്രാമപ്രദേശത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകണു, വീഡിയോ എടുക്കണു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ കാണാം, അത്രേ ഉള്ളൂ. വേറെ ഇതിൽ ഒരു ദുരുദ്ദേശവും ഇല്ല കേട്ടോ. അപ്പോൾ ശരി. പിന്നെ ഈ ഗ്രാമം കണ്ടതുകൂടി നമുക്കൊരു കാര്യം മനസ്സിലായി. ചെറിയ ഗ്രാമമാണ്, ചെറിയ വീടുകളാണ്. എന്താ പറയുക, ഹോങ്കോങ്ങിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം വെച്ച് നോക്കുമ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ്. വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയ പോലെ നമുക്ക് തോന്നി. അതുമാത്രമല്ല, പക്ഷേ പൈസയുടെ കേസിൽ ഇവർ എന്താ പറയുക, ഈ കുറേ എന്താ പറയുക വീടുകൾ കണ്ട് ഇങ്ങനെ ഈ നമ്മുടെ എന്താ പറയുക, കപ്പലിൽ നിന്ന് വീണ സാധനമല്ലേ കണ്ടെയ്നർ, അതേപോലത്തെ കണ്ടെയ്നർ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവന്മാരൊക്കെ ഉണ്ടല്ലോ നിസ്സാര പുള്ളികളൊന്നുമല്ല കേട്ടോ, നല്ല പൈസക്കാരാണ്. നമ്മൾ വിചാരിക്കും വീട് ചെറിയ ചെറിയ വീടാണ്, ഇടവഴികളാണ്, ഇവർ പാവപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ഒരു വിചാരം വേണ്ട കേട്ടോ. ഇവരൊക്കെ നല്ല എന്താ പറയുക, പൈസയുടെ കേസിൽ മുട്ടാൻ പറ്റില്ല. പിന്നെ ഇവിടെ നമ്മൾ കണ്ട ഒരു കാര്യം ഉണ്ടല്ലോ, ഇവിടെ ഈ ഷോഫ് ഉണ്ടല്ലോ, അത് ഒരു എന്താ പറയുക, അത് കുറവാണ്. ഇവിടെ ഇവരൊക്കെ ഉപയോഗിക്കുന്ന ബൈക്കും അങ്ങനെയല്ല, കൂടുതലും ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കിൻ്റെ ചെറിയ സൈക്കിളും കാര്യങ്ങളൊക്കെയാണ് ഈ കൊണ്ടുവരുന്നത്. ഷോഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ കയ്യിൽ എന്താണ് മറ്റുള്ളവരെ കാണിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്താണോ അതല്ലാണ്ട് മറ്റുള്ളവരെന്നെ പറ്റി എന്ത് ചിന്തിക്കും, അവരെന്ത് വിചാരിക്കും, അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. അത് ആ ഒരു കേസിൽ ഇവരെ ഞാൻ സമ്മതിച്ചു. അടിപൊളി, മനസ്സിലായ? അങ്ങനെ വേണം ഞാൻ പറയുമ്പോൾ. എന്നെ പോലെ മറ്റുള്ളവരെന്ത് വിചാരിക്കും നമ്മൾ നോക്കണ്ട, നമുക്കുള്ളതുപോലെ നമ്മൾ ഒതുങ്ങിക്കൂടി കഴിയുക. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുക, അത് അവർ ചിന്തിക്കാതിരിക്കുക ചെയ്തോട്ടെ, അവർക്ക് പോയി, നമുക്ക് എന്ത് പോകാൻ, ഇത്രേ ഉള്ളൂ. കണ്ടാ, പിന്നെ ഗ്രാമമായാലും കണ്ട അതിൻ്റെ നീറ്റ് ആൻഡ് ക്ലീനസ് കണ്ട, ഒരു രക്ഷയില്ല കേട്ടാ. ഒരു പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ സൈഡിലും അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. ഇവിടെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗരറ്റ് വലിയിൽ മുമ്പന്മാരാണ്. ഒരു രക്ഷയില്ലാത്ത സിഗരറ്റ് വലിയ കേട്ടാ. പക്ഷെ അങ്ങനെയുള്ള സിഗരറ്റിൻ്റെ കുറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റോട്ടിൽ കൂടെയും അങ്ങനെയൊന്നും അധികമൊന്നും ഇല്ല. ചെറിയ ഇതുള്ളൂ, അല്ലാണ്ട് വലിയ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. കോവയ്ക്കൊക്കെ നിൽക്കണ്ട, വെറുതെ എന്നെ ആരെങ്കിലും പറിക്കുമോ എന്ന് പറഞ്ഞ് നിൽക്കാതെ കണ്ട, പഴുത്ത് നിൽക്കണണ്ട. ആ പൂവല്ല കോവയ്ക്ക പഴുത്ത് നിൽക്കുന്നതാ, എന്താ ചെയ്യുക. ഞാൻ ഒരെണ്ണം പറിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ കണ്ട് പിന്നെ നമ്മുടെ എൻ്റെ ചേച്ചിമാർ വർത്താനം പറഞ്ഞ് കിരി അങ്ങനെ കണ്ട് അവിടെ ഒരു സായാഹ്നം ഇങ്ങനെ എന്താ പറയുക, സൂര്യാസ്തമയം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ കണ്ടിങ്ങനെ ചൈനയിൽ നിന്ന് ഹോങ്കോങ്ങിൽ നിന്ന് ചൈനയിലേക്ക് പോണൊരു ബ്രിഡ്ജുണ്ട്. അവിടെയൊക്കെ പോയി കുറച്ച് നേരം നിന്ന് വായ നോക്കാന്ന് പറഞ്ഞാൽ വേറെ ആരും ഞങ്ങളഞ്ഞി ഉണ്ടായുള്ളൂ, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നു, ഇതൊക്കെ തന്നെ. അപ്പോൾ പറഞ്ഞ പോലെ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയില്ല. അപ്പോൾ നിങ്ങൾ ഇനി കാണും. മാങ്ങ കണ്ട. പിന്നെ ഞാനിങ്ങനെ ഡൈലിങ്ങനെ വന്നപ്പോൾ ഒരു ചെറിയ ഒരു പ്ലാവമ്മ ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടിയത് നിൽക്കണുണ്ടല്ലോ, ചിലപ്പോൾ മനസ്സിലായില്ല, ചക്കന ഇട്ടാ. രക്ഷയില്ല, ചെറിയൊരു പ്ലാവമ്മ ഒരുപാട് ചക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വന്നത് കണ്ടില്ലേ. ഇവിടെ ഒരു ചെറിയൊരു പാലം കടന്നിട്ട് വേണം നമ്മുടെ ഒരു സ്ഥലത്തേക്ക് പോകാൻ. കണ്ട കണ്ടെയ്നർ വീടുകൾ കണ്ട. അപ്പോൾ ഇതേപോലെ ഒരുപാട് വീടുകൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോണത് അവിടെ ഒരു അമ്പലമാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്പലത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്, ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ. പിന്നെ ഇവിടെ ഒരു ചെറിയ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഹോങ്കോങ്ങിൽ നിന്ന് ചൈനയിലേക്ക് പോകുന്ന ഒരു പാലം. അവിടെ നിന്ന് അവിടേക്ക് പോയി കഴിഞ്ഞാലേ നല്ലൊരു വ്യൂ കിട്ടും, കണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ് പോണത്. ഇനിയിപ്പോൾ നിങ്ങൾ കാണും. ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, കണ്ട. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഒരു വലിയൊരു ബദാം നിൽക്കണണ്ട. ഇത് കണ്ടപ്പോൾ ഞാൻ ആ സ്കൂളിൽ പഠിച്ച ചെറിയ ചെറുപ്പത്തിൽ ഈ ബദാം എടുത്ത് കല്ലുമ്മ ഇങ്ങനെ ഇടിച്ച് പൊട്ടിച്ച് തിന്ന ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓർത്തുട്ടാണ് അതൊരു കാലം. അപ്പോൾ അതൊക്കെ ഞാൻ ഓർത്തു എന്ന് പറയാം. പിന്നെ കണ്ടില്ല ചെറിയൊരു വീട്, ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു വീടാണ് കേട്ടോ. കണ്ടൽക്കാടുകളൊക്കെ കണ്ടില്ലേ. കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ
ഇങ്ങനെ ചെറിയ ഇങ്ങനെ നമ്മൾ പാടത്ത് വരമ്പത്തോട് പോലെ എന്ന് പറഞ്ഞ പോലെ ചെറിയ വരമ്പൊക്കെ കാണണ്ട. വരമ്പ് നടക്കാനുള്ളതല്ല, വഞ്ചി കൊണ്ടുവരാനുള്ള സ്ഥലമാണ്. ഇപ്പോൾ അതിങ്ങനെ നോക്കണ്ട, വെള്ളം ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ കൂടിക്ക് വെള്ളം കയറും. അപ്പോൾ ഇവർ വഞ്ചി കൊണ്ട് ഇതിലെ ഇങ്ങോട്ട് കയറി വരും. അങ്ങനെ ചെറിയ ഇടവഴി പോലെ ഇങ്ങനെ ഇട്ട് നല്ല രസം കേട്ടാ കാണാൻ. കണ്ട ശരിക്കും ഒരു പക്ക ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട നമ്മുടെ നാട്ടിലെ പഴയ കാലത്ത് നമുക്ക് കാണാം. ഈ കാലത്തൊന്നും ഇതേപോലത്തെ മതിലുണ്ടാവില്ല അല്ലേ, പഴയ കാലത്ത് ഇതേപോലെ എന്ന് പറഞ്ഞ പോലെ അടിപൊളി. അപ്പോൾ ഏകദേശം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടാ. കണ്ട ഈ വഴിയൊക്കെ കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇത് ഹോങ്കോങ് തന്നെയാണോ എന്ന് വിചാരിക്കും കേട്ടോ. ഇതേപോലെ ചെറിയ വണ്ടിയൊന്നും പോകാത്ത രീതിയിലുള്ള ചെറിയ വഴികളും ഇവിടെ ആൾക്കാർ താമസിക്കുന്നത് കാണുമ്പോഴേ ഇത് കണ്ടില്ലേ, ഇവിടെ ഇത് വഞ്ചിയും തേങ്ങയും വാങ്ങിയൊക്കെ ബോട്ട് ചെറിയ സംഗതിയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ. ഇത് കുറച്ച് കഴിയുമ്പോൾ പിടിക്കൊക്കെ വെള്ളം കയറും കേട്ടോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ രാത്രി ആകുമ്പോഴേക്കും ഇവിടെ വെള്ളം കയറുമെന്ന് പറയുന്നത്. കുറച്ച് ആകുമ്പോൾ ഇതൊക്കെ എടുത്തിട്ട് പോകും, നേരം വിളിക്കുമ്പോഴേക്കും ഇതൊക്കെ എടുത്തിട്ട് പോകുമെന്ന് പറയണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ. ഇങ്ങനെ ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണും. ഇവിടെയൊക്കെ വെള്ളം വരും അല്ലേ. ഓ കണ്ട ഇവിടെയൊക്കെ വെള്ളം വരുന്ന സാധ്യത. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയാം, അല്ല ഫ്ലോട്ടിംഗ് ഹൗസ് എന്ന് പറയാൻ പറ്റുമോ? കണ്ടോ ഒക്കെ വെള്ളം വരും സംഭവം. ഓ ഇതായി കൂടില്ലേ ഷീറ്റാണ് കംപ്ലീറ്റ്. എ സി ഒക്കെ വെച്ച് ആദ്യം സെറ്റപ്പാ. ആടാ ഇതാ വീടാന്നുണ്ട് ഫുഡ് കഴിക്കാനല്ലേ. അങ്ങനെ നമ്മളെ ടെമ്പിളിലെത്തിയത് ടെമ്പിളാണ്. അവിടെ ഈ വഴി ഏതിൽ വരിക? തുറക്കില്ലല്ലേ ടെമ്പിള്? ഇത് ടെമ്പിള് തുറന്നിട്ടില്ല. ടെമ്പിള് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ റോഡുണ്ടാക്കിയത്. കംപ്ലീറ്റ് മറ്റേ സാധനമാണ്. ഏത് കക്ക. ഇതെന്തിട്ടാ ഈ കക്കയ്ക്ക് എന്തിട്ടാ പറയാ? ഓയിസ്റ്റർ. ആ മര്യാദയ്ക്ക് നോക്കിയും കണ്ടും കടന്ന് നടന്നിട്ടുണ്ടെങ്കില്ല കാല് പൊളിഞ്ഞു പോവും. അടിപൊളി. യാ വാട്ട് എ ബ്യൂട്ടി. കംപ്ലീറ്റ് ഓയിസ്റ്റർ കൊണ്ടാണ് സംഗതി റോഡുണ്ടാക്കിയേക്കണം. ദൈവമേ ഇതിനൊക്കെ കയറി ചവിട്ടി കഴിഞ്ഞാൽ മറ്റേ എന്താ പറയാ, ഒന്നും പറയാനില്ല. ചിന്തിച്ചാൽ നിങ്ങൾ കണ്ടത് ഇവിടെ കംപ്ലീറ്റ് കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഔട്ടാ. ഇതിപ്പോൾ വെള്ളമില്ല കേട്ടത്. ഇവിടെ വരെ വെള്ളം കയറും. ഈ ബോട്ടും മറ്റേ അവിടെയൊക്കെ ബോട്ട് ബാക്കിലൊക്കെ ബോട്ട് കിടക്കും. ഇങ്ങനെ ഈ വഞ്ചി കിടക്കേണ്ടത് ചെറിയ ബോട്ടൊക്കെ, ഫിഷിംഗ് ബോട്ട്. ഇതൊക്കെ നാളെ നേരം വിളിക്കുമ്പോൾ ഇവിടെ വെള്ളം കയറും. ഇവരെടുത്തിട്ട് പോവും. അത് കഴിഞ്ഞ് രാവിലെ എത്തുമ്പോൾ ഇവിടെ കെറ്റിടും, വെള്ളം ഇറങ്ങും. നാളെ പുലർച്ചയാകുമ്പോൾ വീണ്ടും വെള്ളം കയറും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് കണ്ടൽക്കാട്, ഒരു 1.5 കണ്ടൽക്കാടാണ് കേട്ടോ. ഇതാരാ? ഓ ഇവിടെ ഇറങ്ങാൻ പറ്റില്ലല്ലേ? ഇന്നലെ നമ്മൾ ഇറങ്ങിയത് നോക്കിയാൽ അവിടെ വരെ പോയി. ഇന്നാഴ്ചയില് അല്ല നമ്മുടെ കൺമുമ്പിൽ കണ്ട കാഴ്ചത് രാത്രിയായി തുടങ്ങിയത് വെള്ളം കയറുന്നു. കണ്ട നോക്കിയാൽ വെള്ളം കയറുന്ന നോക്കി. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അധികം വെള്ളമൊന്നും കയറുണ്ടായില്ല. ഇത് എന്ത് പെട്ടെന്നാണ് നോക്കി വെള്ളം കയറുന്നത്. എൻ്റെ പൊന്നെ അടിപൊളിയായിരുന്നു വെള്ളം കയറി. നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ പറയുക, നിറഞ്ഞ് കയറി പോവാ. എന്ത് പെട്ടെന്നടാ വെള്ളം നിറഞ്ഞു വരുന്നത്. നിമിഷം നേരം കൊണ്ടൊക്കെ കയറി നോക്കി. അതാ പറഞ്ഞത് വരണ വരവോക്ക്
അടിപൊളി. ഇപ്പോൾ വെയിൽ കയറ്റം, ഇതിന് വെയിൽ കയറ്റം അല്ലേ? കുറച്ച് നേരം നിന്ന് നോക്കാം, എന്തായാലും വെള്ളം കയറി നോക്കാം അല്ലേ? ഓക്കെ, അരമണിക്കൂർ കഴിയുമ്പോൾ എന്തോരം വെള്ളം കയറി നോക്കാം. എൻ്റെ പൊന്നാണ്, ഇവിടെ നിന്ന് നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ വെള്ളം തന്നെ ഉണ്ടായിരുന്നില്ല, ഫുള്ള് വറ്റി കിടക്കായിരുന്നു.